തെരഞ്ഞെടുപ്പ് കാലത്തെ ഫലിതങ്ങൾ പലപ്പോഴും ജനങ്ങൾ പിരിമുറുക്കം കുറയ്ക്കാനും അവരുടെ ചിന്തയിൽ പുതിയ വെളിച്ചം പകരാനും ഉപകരിച്ചിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾക്ക് വന്ന് ഇപ്പോൾ തീരെ നർമ്മബോധമില്ലാതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് വളരെ ചുരുക്കമായി മാത്രമേ ഉത്കൃഷ്ടങ്ങളായ ഫലിതങ്ങൾ ഉയരാറുള്ളൂ. മുമ്പും ഫലിതം പറയുന്നവർ വളരെ കുറവായിരുന്നു. എങ്കിലും ചിലരെങ്കിലും ഉണ്ടായിരുന്നു, നിയമസഭയ്ക്കകത്തും പുറത്തും. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രസംഗവേദികളിൽ, പത്രസമ്മേളനങ്ങളിലൊക്കെ നല്ല നർമ്മങ്ങൾ നേതാക്കൾ പൊട്ടിക്കാറുണ്ടായിരുന്നു. ആ നർമ്മങ്ങളൊക്കെ അർത്ഥസമ്പുഷ്ടവുമായിരുന്നു. അതിൽ ചിലതൊക്കെ നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. ഏറെ തമാശകൾ വരുന്നത് പ്രസംഗവേദിയിൽ തന്നെയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് കാലത്ത് ഞാൻ ഓർത്തു വച്ചിരിക്കുന്ന, ഇന്നും മറക്കാൻ കഴിയാത്ത അനേകം തമാശകളുണ്ട്. ഇത് ഇന്ന് ഓർക്കാൻ പ്രത്യേക കാരണം കൂടിയുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഗുണ്ട് പൊട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, രാഹുൽ യാൻ ഇപ്പോൾ വിക്ഷേപണം തറ തേടുകയാണ്. അമേഠിയിൽ നിന്ന് ഓടി രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് അദ്ദേഹം തനിക്ക് പറ്റിയ വിക്ഷേപണത്തറയുണ്ടോ എന്ന് അന്വേഷിച്ചാണ് വയനാട്ടിലെത്തിയത്. അതേസമയത്ത് ഗഗൻയാനോ ആദിത്യ യാനോ ഈ തരം ഗതികേടൊന്നുമില്ല. നമ്മൾ കൃത്യമായി ചന്ദ്രയാനും ഗഗൻയാനുമൊക്കെ വിക്ഷേപിക്കുകയുണ്ടായി. പക്ഷേ രാഹുൽ യാൻ ശരിയായ ഒരു വിക്ഷേപണത്തറയില്ലാതെ അലയുകയാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് തമാശ ചേർത്ത്. എന്നാൽ അതിലൽപ്പം രാഷ്ട്രീയവുമുണ്ട്. ആലോചിക്കും തോറും ചിന്താ മധുരമായ രാഷ്ട്രീയം. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് 2001 ഗുജറാത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവേശിക്കുമ്പോൾ അദ്ദേഹം എക്കാലവും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു തമാശ പൊട്ടിക്കുകയുണ്ടായി. തമാശയാണെന്ന് നമുക്ക് പറയാമോ? എങ്കിലും അദ്ദേഹം അതൊരു തമാശ പോലെയാണ് പറഞ്ഞത്. ബഹനോം പഹലെ നാമോ ഫിർ ജാമോ എന്നായിരുന്നു ആ ശ്ലോകൻ. ഒരു മുദ്രാവാക്യം പോലെ ഇന്നും ഗുജറാത്തിൻ്റെ ഗ്രാമങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. അത് ആദ്യം സഹോദരിമാരെ ആദ്യം നാമോ, പിന്നെ പാചകം. ഇതാണ് മോഡിയുടെ ആ മുദ്രാവാക്യത്തിൻ്റെ സാരം. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത്, നമ്മുടെ വീട്ടിലെ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് നാമോയെ ഓർക്കുക, നരേന്ദ്രമോദിയെ ഓർക്കുക എന്ന് ഒരർത്ഥം. കൂടാതെ നമ്മൾ ദൈവനാമം ഓർക്കുക എന്നും അർത്ഥമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നുന്ന ഒരു ആശയമാണല്ലോ അത്. അതിന്നും ഗുജറാത്തിൽ മാത്രമല്ല, രാജ്യത്തെ ഉടനീളം അലയടിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയാണല്ലോ നമ്മുടെ എല്ലാ വീടുകൾക്കും ഗ്യാസ് ലൈൻ കണക്ഷൻ ഏർപ്പെടുത്തുന്നതിൽ ഉത്സുകനായി തൻ്റെ ഭരണകാലം വിനിയോഗിച്ചത്. ഓരോ സ്ത്രീയും തൻ്റെ അടുക്കളയിലെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയെ ഓർക്കുവാൻ ഇത് കാരണമാകുന്നു. അപ്പോൾ നാമം ഓർക്കുക, നാമോയെ ഓർക്കുക, ജാമോയ്ക്ക് തൊട്ടു മുമ്പ് എന്ന്. ഇത് നമ്മളുടെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ, സ്ത്രീ വോട്ടർമാർക്കിടയിൽ നാമോയുടെ പേര് രൂഢമൂലമായി പതിപ്പിക്കുന്നതിനും ഉപകരിച്ചു. അപ്പോൾ തമാശയിലൂടെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ നേതാക്കൾക്ക് പലർക്കും ഇല്ലാത്തതാണ്. അത് പ്രധാനമന്ത്രിക്ക് വേണ്ടുവോളം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു തമാശ ഓർക്കുന്നത്, 1984 ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് ശേഷം നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഒരു റിപ്പോർട്ടറായിരുന്നു അന്ന് ഞാൻ. അപ്പോൾ അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ
ഒതുക്കുവാൻ പിന്നെ CPM ഇന്ന് പലരെയും നിയോഗിക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയുണ്ടായി. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ വിയോഗ ദുഃഖം സൃഷ്ടിച്ച സഹതാപ തരംഗത്തിൽ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയില്ല. പക്ഷേ BJPയുടെ KG മാരാർ ആ കാലത്ത് മലബാറിൽ ഉജ്ജ്വല പ്രഭാഷകനാണ്. അദ്ദേഹം കണ്ണൂർ സൗത്ത് ബസാറിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. അത് ആ റോഡ് സൈഡിൽ നിന്ന് സാഹൂതം ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ BJPക്കാർ ഒരു പുതിയ പാർട്ടിയാണ്, പക്ഷേ ഞങ്ങളെല്ലാം പള്ളികൾക്കെതിരാണെന്നാണ് ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അത് തീരെ ശരിയല്ല. ഞങ്ങൾ പള്ളികൾക്കെതിരല്ല, 2 പള്ളികൾ ഒഴിച്ച്. പക്ഷേ 2 പള്ളികൾക്ക് ഞാൻ എതിരാണ്. അതാണ് മുല്ലപ്പള്ളിയും കടന്നപ്പള്ളിയും എന്ന് പറയുകയുണ്ടായി. ഇന്നും മാരാരെക്കുറിച്ച് ഓർക്കുന്നവർ ഈ ഫലിതം കൂടി വച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരോർത്തിച്ചിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഗുണ്ടുകൾ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്, തീരെ കുറവാണെന്ന് തന്നെ പറയാം. എങ്കിലും 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഗംഭീരമായ ഗുണ്ട് ഈ തരത്തിൽ സുകുമാർ അഴീക്കോടിൽ നിന്ന് വരികയുണ്ടായി. സുകുമാർ അഴീക്കോട് ഒരു പ്രസംഗവേദിയിൽ നിൽക്കുമ്പോൾ അതിന് തലേ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് ഒരു സംശയം ഉന്നയിച്ചു. അദ്ദേഹം ചോദിച്ചത് ഈ വിശ്വസുന്ദരിയും ലോകസുന്ദരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശ്വസുന്ദരിയും തന്നെയല്ലേ ലോകസുന്ദരി? അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അദ്ദേഹത്തിൻ്റെ ന്യായമായൊരു സംശയമായിരുന്നു. ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി, അത് ശരിയാണല്ലോ, അതെന്താണ് വ്യത്യാസം? ഇത് പത്രങ്ങളിൽ അടിച്ചു വന്നപ്പോൾ സുകുമാർ അഴീക്കോട് അതിന് പിറ്റേ ദിവസം തന്നെ ഒരു പ്രസംഗത്തിൽ മറുപടി, നമ്മുടെ ഒരു പ്രമുഖ നേതാവിന് ഏറ്റവും വലിയ സംശയം വിശ്വസുന്ദരിയും ലോകസുന്ദരിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വിശ്വസുന്ദരിയെയും ലോകസുന്ദരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത മനസ്സുകളിലേക്കാണ് ചാരസുന്ദരികൾ വന്നു കയറുന്നത്. അന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ തരത്തിലുള്ള ആഹ്ലാദച്ചിരി ഉയർത്തി. കാരണം ISRO ചാരക്കേസിലെ 2 ചാരവനിതകളെപ്പറ്റി ഉള്ള വാർത്തകളൊക്കെ ആ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സമയമായിരുന്നു. സുകുമാർ അഴീക്കോട് ഈ തരത്തിൽ അനേകം ഫലിതങ്ങൾ രാഷ്ട്രീയ ചുവയുള്ള ഫലിതങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായി വന്നില്ലെങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ത്തോടൊരിക്കൽ ചോദിച്ചു, അങ്ങ് കോൺഗ്രസിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും എന്നാൽ നിത്യം ഖദർ വേഷം ധരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ, ഖദറാണല്ലോ അങ്ങയുടെ വേഷം. അപ്പോൾ അദ്ദേഹം ഒരു ചെറുചിരി മായ്ച്ചുകൊണ്ട്, തൻ്റെ ഇടത് കൈ കൊണ്ട് മായ്ച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഈ ഖദറിൻ്റെ സുഖം, ഇത് അഴിച്ചു മാറ്റുമ്പോഴാണ് ഇതിൻ്റെ സുഖം അറിയുക. പിന്നീട് അദ്ദേഹം വേറൊരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഈ മരണം വരെ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയി, അതുകൊണ്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ഒരു കോൺഗ്രസ്സുകാരനും ഇന്ന് കഴിയുകയില്ല. ഇങ്ങനെ ആലോചനാമൃതമായ അർത്ഥസമ്പുഷ്ടമായ അനേകം തമാശകൾ, രാഷ്ട്രീയ ചുവയുള്ള തമാശകൾ അഴീക്കോട് പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ കരുണാകരൻ്റെ വിവാദപരമായ ഒരു പരാമർശം കൂടി ഓർക്കുകയാണ്. അതായത് കരുണാകരൻ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് മത്സരിച്ചു. അദ്ദേഹം പതിവായി തിരഞ്ഞെടുപ്പ് നേരിടാറുള്ളത് തൃശ്ശൂരിലെ മാളയിലാണ്. മാളയോടൊപ്പം തന്നെ എന്തുകൊണ്ടോ അദ്ദേഹം തിരുവനന്തപുരത്ത് നേമത്ത് കൂടി സ്ഥാനാർത്ഥിയായി ഒരിക്കൽ. അപ്പോൾ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് നിരന്തരം
ഇതെന്താണ് ഇങ്ങനെ 2 തവണ, രണ്ടും ജയിച്ചാൽ ഏത് കൈവിടും, ഏത് നിലനിർത്തും എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു വേള അദ്ദേഹം എറണാകുളത്ത് വെച്ച് പറഞ്ഞത് മാള എൻ്റെ ധർമ്മപത്നിയാണ് എന്നാണ്. അത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്തുകാർക്ക് വലിയ ആക്ഷേപകരമാണ്. അപ്പോൾ പിന്നെ നേമം വെപ്പാട്ടിയാണോ എന്ന് പിറ്റേന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം നേമത്തെപ്പറ്റി പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. മാള ധർമ്മപത്നിയാണെന്നുള്ള വാചകം പിന്നീട് ആവർത്തിച്ചിട്ടുമില്ല. ഇത്തരത്തിൽ വിവാദപരമായ അനേകം പരാമർശങ്ങൾ, അനേകം തമാശകൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വേദികളിൽ ഉയർന്നു വരാറുണ്ട്. യശസ്വരനായ EK നായനാർ ആലപ്പുഴയിൽ ഒരിക്കൽ കേരളത്തിലെ ഈ പെൺകുട്ടികൾക്ക് ബലാത്സംഗം അടിക്കടി റേപ്പ് കേസുകൾ ഉയർന്നു വന്നപ്പോൾ ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അമേരിക്കയിലൊക്കെ ചായ കുടിക്കുന്നത് പോലെയാണ് റേപ്പ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരുപാട് ട്രബിൾ ഉണ്ടാക്കിയെന്നാണ് പിന്നീട് കേട്ടിട്ടുള്ളത്. ഇങ്ങനെ അനേകം തമാശകൾ നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ നേതാക്കളെല്ലാം നർമ്മബോധമുള്ളവരും ഫലിതപ്രിയരുമായി തീരട്ടെ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.